ജനറലി പറയല്ലേ ഈ സ്ത്രീകൾ ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ജനുവരി 2 ഈ വീഡിയോ ഞാൻ എടുക്കുമ്പം. അപ്പോൾ ഞാൻ ഇന്ന് എറണാകുളത്ത് പോവാണ്, അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോവാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യം വന്നു, വർക്ക് റിലേറ്റഡ്. അപ്പം തിങ്കളാഴ്ചയാണ് എത്തേണ്ടത്. ഞാൻ ശനിയാഴ്ച കയറി ഞായറാഴ്ച എത്തുന്ന പോലായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് എൻ്റെ 2 ഫ്രണ്ട്സ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട 2 പേര് അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ കാറിൽ പോകാമെന്ന്. ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് എറണാകുളത്ത് എത്തിയിട്ട് കാണിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഇവിടുന്ന് പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7:30 ആയിട്ടുണ്ട്. 8:53 കായംകുളത്തുനിന്ന് എറണാകുളത്തോട്ടൊരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർക്ക് പോകുന്നത് എന്തായാലും കാറിനൊക്കെ അല്ലേ പോകുന്നത്, അത്യാവശ്യം സുഖമായിട്ടായിരിക്കും പോകുന്നത്. അതൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളും വായോ എൻ്റെ കൂടെ ബാംഗ്ലൂർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. അലാറം അടിച്ച് വീഡിയോ ഒന്ന് കട്ടായി പോകും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതേപോലെ എല്ലാവരുടെയും ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ന്യൂ ഇയറിന് ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ 31-ാം തീയതി രാത്രിയിലോ 1-ാം തീയതി ഒന്നും ഞാൻ ചെയ്തില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. എൻ്റെ ന്യൂ ഇയർ ഫാമിലിയുടെ കൂടെ ആയിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. വീണ്ടും പറയുന്നു, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വായു. ടാറ്റ മമ്മി. ഇത്രയും നേരം എന്നെ ചീത്ത വിളിച്ചോണ്ടിരുന്ന ആളാ. വ്ലോഗ് വരുമ്പോ അങ്ങ് മാന്യായി. മഞ്ഞേ, വ്ലോഗിലെ മഞ്ഞേ ഒന്ന് നോക്കേ. മാന്യേ ഇങ്ങോട്ട് നോക്ക്. വ്ലോഗിൽ മാത്രം മാന്യ. ഞാനിപ്പം എറണാകുളത്ത് എത്തി കേട്ടോ. ഞാൻ ഇറങ്ങിയ സ്റ്റേഷൻ തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഞാൻ ഇവിടെ ഫ്ലാറ്റിലെത്തി. ഇപ്പം ഫ്ലാറ്റിൽ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടപ്പെട്ട 2 പേരുടെ കൂടെയാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ അവരിപ്പം തേങ്ങ എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ കീ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തിരുന്നു. അപ്പം ഞാനത് വാങ്ങിച്ച് അകത്ത് കയറി ഇവിടെ ഇരിക്കുകയാണ്. അവർ കുറച്ച് നേരത്തിനുള്ളിൽ വരും. അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ അവരെ കാണിക്കാം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് അവരെ പരിചയപ്പെട്ടത്, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാൻ അപ്പോൾ അവരോട് വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇനി അവർ വന്നിട്ട് കാണാം. അതുവരെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഹായ് ഗൈസ്, ഞാനിവിടെ ഒരു 11:30 ആയപ്പോൾ എത്തി കാണും. എന്നോട് ചിലർ പറഞ്ഞു നമ്മൾ 2 മണിക്കൊക്കെ ഇറങ്ങൂടാ, ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമെന്ന് പറഞ്ഞ് എന്നെ വരുത്തിച്ച് പോസ്റ്റാക്കിയ ആ 2 പ്രിയപ്പെട്ട ആൾക്കാരെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് 2 പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ ഞാൻ പോകുന്ന, വീടെത്തിയിട്ട് കാണിച്ചു തരാമെന്ന്. അതിൽ ഈ ചെരുപ്പ് പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഫസ്റ്റ് മാറ്റി നാണുണ്ട്. പിന്നെ 2 പേരില്ല, ഒരാളാണ് നിന്നെ പോസ്റ്റാക്കിയത്. എന്നെ വൻ പോസ്റ്റാക്കി. എന്നിട്ട് ഇപ്പോൾ ഒരു 7 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഓക്കെ, ജിയോ ചേട്ടൻ, രേഷ്മ ചേച്ചി, രേഷ്മ ചേച്ചിയുടെ അമ്മ, ഹലോ, രേഷ്മ ചേച്ചിയുടെ അനിയത്തി. കണ്ടു പരിചയമുണ്ടോ? കൊറേ നേരം എടുത്ത് ചിരിച്ചോ. ഈ കോപ്രായ എല്ലാം വരും കേട്ടാ. ആ, എന്ത് ചെയ്യുന്നു? എന്റെ അമ്മ ഇതുപോലെ കേട്ടോ. ഈ ബ്ലോഗ് ഓപ്പൺ തുറക്കുമ്പോഴേ അമ്മയുടെ ഒരു സൗണ്ട് ചേഞ്ച് ഒക്കെ ഉണ്ട്. അതുപോലെ വീട്ടിലാണെങ്കിൽ അമ്മ ഇപ്പൊ എന്തിനാ റെക്കോർഡ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു വന്നിരുന്നു. ഭയങ്കര ഈ എന്താ ഭയങ്കര അക്ഷരസ്ഫുടതയോടെ ഞാൻ അല്ലാതിരിക്കുമ്പോ ഞാൻ എല്ലാം എടുത്തിടും. സബ്സ്ക്രൈബ് ചെയ്യും. ആ കോപ്രാണ്ട് കാണിക്കാൻ ചേട്ടൻ. എന്റെ
സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ചോദിച്ചാൽ ഞാൻ അക്കൗണ്ട് മെൻഷൻ ചെയ്യണോ? ഇൻസ്റ്റ ഐഡി പറഞ്ഞ ചിലപ്പോ ഫാൻസ് ആയാല്. എന്റെ പേര് രമേശ്. എന്റെ നടി, ഞങ്ങളുടെ നടി. അയ്യോ എനിക്ക് ഇന്നൊരു അബദ്ധം പറ്റി. ഞാനില്ലേ നയൻത് പ്രസ് ചെയ്തേ, പക്ഷെ 7th നിർത്തിയപ്പോ ഞാൻ 7th ഒന്നുകൂടി പറ. ഇല്ല, ഞാൻ 9th പ്രസ് ചെയ്തു. അപ്പൊ ഞാൻ വ്ലോഗ് ഒക്കെ എടുത്തോണ്ട് വരുമല്ലേ, അപ്പൊ 7th വെറുതെ ഓപ്പൺ ആയപ്പോ അവിടെ നിന്നിട്ട് ഈ വീടിന്റെ എല്ലാത്തിന്റെ കഥവും പോയി നോക്കി. അവിടെ ഇങ്ങനെ ഈ ക്രിസ്മസ് ആയിട്ട് എല്ലാ വീടിന്റെ ഫ്രണ്ട് ലിങ്ക് നോക്കത്തില്ല, അപ്പൊ അതൊക്കെ ഞാൻ പൊക്കി നോക്കി. ആ ക്യാമറ വല്ലതും കണ്ടാൽ ഇവിടെ ഏത് നീ ഇവിടുത്തെ ഡെക്കറേഷൻസ് അടിച്ചു മാറ്റാൻ വന്നതെന്ന്. എവിടെ നമ്മൾ കഴിക്കാൻ വന്നേ? ലൊക്കേഷൻ പറയൂ. പ്രൊമോഷൻ കൊടുത്തേ അവര് മറ്റേ ഇതടിക്കും കേട്ടോ. ആണോ? കോപ്പറേറ്റ് അടിക്കും? എനിക്കറിയത്തില്ല. ലൊക്കേഷൻ പറ. ഇത് കാക്കനാട് ചിറ്റേത്തുകര, നമ്മുടെ ലെഫ്റ്റ് സൈഡിന്റെ ഒക്കെ ഓപ്പോസിറ്റ്. എന്നെ കാണിക്കില്ല. പൊടി മസാല ഞാൻ ചൂട് കൊണ്ടുവന്നില്ലേ പറഞ്ഞു. സാലഡ് കൈയിട്ട് വരുന്ന പക്ഷെ അടിപൊളിയല്ലേ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ആക്ച്വലി മിക്സ് ഓഫ് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ആൻഡ് ഫ്രൈഡ് നൂഡിൽസ് വിത്ത് ചിക്കൻ ആൻഡ് എഗ്. സംഭവം നന്നായിട്ടുണ്ട്. ആക്ച്വലി ഒരു നാസി കൊരങ് ഡിഷിൻ്റെ വേറൊരു ടൈപ്പ്. നല്ല ഫ്ലേവർ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ഇഷ്ടമായി. നമുക്ക് അതെ, ഭയങ്കര മൈൽഡ്. ഞാനും ചോദിച്ചു, നല്ല കളർ കാണുമ്പോഴും ചിലപ്പോൾ എരിയുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അത്രയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പാസ്ത കൊള്ളാം. എന്താ ഈ പ്ലേറ്റ് ഇങ്ങനെ? പൊറോട്ട ഇനി ഇറങ്ങില്ല, ബാക്കിയെല്ലാം കഴിച്ചതുകൊണ്ട് പൊറോട്ട മാത്രം ഇനി ഇറങ്ങില്ല. പക്ഷെ കറി വിടാൻ പറ്റില്ല. ഏത് കറിയാ ഇത്? ഇത് മീൻ മാങ്ങ തക്കാളി കറി. അടിപൊളി കേട്ടോ, സൂപ്പർ സൂപ്പർ അല്ലേ? ഐ തിങ്ക് മെയിൻ കോഴ്സ് എല്ലാം നല്ലായിരുന്നു. എല്ലാരും ഹാപ്പി അല്ലേ? ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഫുഡ് നല്ലതായിരുന്നു. ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിൽ പ്രോൺസും പിന്നെ ടൊമാറ്റോസും നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത്ര ഫ്ലേവർഫുൾ ആയില്ല. എനിക്ക് ടൊമാറ്റോ സൂപ്പ് അതും ആവറേജ് ആയിരുന്നു. ടൊമാറ്റോ സൂപ്പ് ആവറേജ് ആയിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം നല്ലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പൈനാപ്പിളും ലൈമും കൂടെയാന്ന് പറഞ്ഞു. അതിനും ഒരു ഇച്ചിരി അത് അവർ പറഞ്ഞ ഐസ് ഇച്ചിരി കൂടിപ്പോയതിന്റെയാണ്, പക്ഷെ അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാം നല്ലതായിരുന്നു. നല്ല സർവീസ് ആയിരുന്നു, എല്ലാം അടിപൊളി. നല്ല ആംബിയൻസ്, ഇന്റീരിയർ ഒക്കെ അടിപൊളി, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ പ്ലേസ് ആണ്. എല്ലാം അടിപൊളി. പിന്നെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയുമോ? ലൊക്കേഷൻ കാക്കനാട് ചിറ്റേത്തുകരയില് മാക്സ് അല്ല വെസ്റ്റ് സൈഡും ഒക്കെ വരുന്നതിന്റെ ഓപ്പോസിറ്റ് കോറൽ റീഫ്. ഇഷ്ടായോ? ഇഷ്ടായി, നല്ലതായിരുന്നു. പക്ഷെ നല്ല ഫുഡ്. ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, മറ്റേ ആ ടൊമാറ്റോ സൂപ്പും പ്രോൺസും കുറച്ച് ഇതായപ്പം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്ന എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹൈലൈറ്റ് വന്ന് ഫിഷ് മാങ്ങ തക്കാളി കറി ആയിരുന്നു. പിന്നെ അതിന്റെ പേര് ട്രിപ്പിൾ എന്തോ ഫ്രൈഡ് റൈസും ആ ഒരു പവറിൽ വന്നപ്പോ ഞാൻ പോയി ചിപ്പും പറയുന്നു ഫ്രൈഡ് നൂഡിൽസും. ഇത് മൂന്നും മിക്സ് ആയിട്ടുള്ള ഒരു സാധനം. പക്ഷെ പാസ്തയും നല്ലതായിരുന്നു. അത് എല്ലാം നല്ലതായിരുന്നു ശരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ 2 ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് അഫോർഡബിളും ആണ് കേട്ടോ. ഒത്തിരി അതല്ല, പക്ഷെ നമ്മൾ നോർമലി ഉള്ള ബാക്കി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ അത്രയും തന്നെ
ഉള്ളൂ. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ലക്ഷറീസ് ആണ്, എക്സ്പെൻസീവ് ആണെന്ന് തോന്നും. പക്ഷെ അല്ല, ബാക്കി ഹോട്ടൽസ് ഒക്കെ പോലെയൊക്കെ തന്നെ പുറത്ത് നല്ല ലുക്കായിട്ടോ ഭയങ്കര വലിയൊരു റീസെന്റ് സ്റ്റാർട്ട് ചെയ്തോളൂ, 1 month എന്തോ ആയതോളൂ സ്റ്റാർട്ട് ചെയ്തോ. നല്ല ഭംഗിയാണ് കാണാനും. അപ്പൊ എല്ലാരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ എവിടെയെങ്കിലും പോയി ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തപ്പോ കാണിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ പ്രൊമോഷനാണ്. അപ്പൊ നമ്മള് എറണാകുളത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല ലേറ്റ് ആയി, എന്നെ പറ്റിച്ചത് കൊണ്ട് തന്നെ. അത്യാവശ്യം പിന്നെ കുറെ ആവശ്യങ്ങളുണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഞാൻ പാവം. അങ്ങനെ അത്ര പാവൊന്നും അല്ല. നിങ്ങളെ ഇങ്ങനെ പറ്റിക്കണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു, അവള് വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നു, അവൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റി. അപ്പൊ ഞങ്ങള് പോകുമ്പോ ഇൻകേസ് നേരത്തെ പോയാലും അവള് കാരണം ലേറ്റ് ആവല്ലോ എന്നുള്ള ഒരൊറ്റ കൺസേൺ കൊണ്ട് അവളോട് നേരത്തെ വരാൻ പറഞ്ഞു. അതാണ് ഞാൻ ചെയ്തത്. ഈ സ്ത്രീകളല്ലെങ്കിലും ഞാൻ എന്ത് നല്ലത് ചെയ്താലും എന്നെ കുറ്റം പറയാൻ വേണ്ടി മാത്രം. സ്ത്രീകൾ എപ്പോഴും കുറ്റം പറച്ചിലാണല്ലേ. ഞാൻ ജനറലി പറയല്ല, ഈ സ്ത്രീകൾ, നോട്ട് ഇൻ ജനറൽ. ഈ സ്ത്രീകൾ, എനിക്ക് ബാക്കിയുള്ള എല്ലാരെ പറ്റി പറഞ്ഞൂടെ, ഇവരെ രണ്ടുപേരും പ്രത്യേകിച്ച്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, പല പല കാര്യങ്ങൾ നമുക്ക് ഇവിടെ തീർക്കാനുണ്ട്, എറണാകുളത്ത് തീർക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി എത്തുമ്പോ തന്നെ 8:30-9 മണിയാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പല ആവശ്യങ്ങളുണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പൊ അതൊക്കെ തീർന്നു വരുമ്പോ തന്നെ ഉച്ച കഴിയും. അപ്പൊ ഇവളുടെ അടുത്ത് രാവിലെ 12 മണിക്ക് വരാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോഴേ പറഞ്ഞത് നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്, നീ നേരത്തെ വരുമ്പോ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഉച്ച കഴിയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നളിയാ, ഇത് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴല്ലേ രാത്രിയായത്. ഉച്ച കഴിഞ്ഞ രാത്രിയായത്. പക്ഷെ ഞാൻ ഇപ്പൊ ക്യാമറ ഓൺ ചെയ്തത് ചിലപ്പോ നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ സൈൻ ഓഫ് ചെയ്യാൻ പറ്റാ. സൈൻ ഓഫ് അല്ല, ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞു ഞാനിപ്പോ ബാംഗ്ലൂർക്ക് പോവാണ്. ഫസ്റ്റ് എറണാകുളത്ത് എത്തിയിട്ട് അവിടുന്ന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 പേരുടെ കൂടാണ് പോകുന്നത്. അവരെ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ എത്തിയിട്ട് അവരെ പരിചയപ്പെടുത്താന്ന്. പരിചയപ്പെടുത്തി, പക്ഷെ നല്ലോണം പരിചയപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഇത് ജിയോ ചേട്ടൻ, ഇത്ര വേണ്ട നമ്മുടെ കാർ ഓടിക്കില്ലേ. ഇത് ജിയോ ചേട്ടൻ, ജിയോ ചേട്ടന്റെ വൈഫ് രേഷ്മ ചേച്ചി. അപ്പൊ രേഷ്മ ചേച്ചിയുടെ അമ്മയും അനിയത്തിയാണ് നമ്മൾ അവിടെ വെച്ച് കണ്ടത്. വ്ളോഗിൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരെ വീട്ടിലിറക്കിയിട്ട് നമ്മൾ പോവാ. അപ്പൊ ഞാൻ വെച്ചാൽ എങ്ങനെയാണ് ഞാൻ ജിയോ ചേട്ടനെ പരിചയപ്പെട്ടെന്നൊക്കെ. അത് ഇങ്ങനെയൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോ നാളെ ചിലപ്പോ ഇക്വാലിറ്റിയുടെ പേര് പറഞ്ഞിട്ട് ചിലപ്പോ വരും കേട്ടോ. രേഷ്മയുടെ ഹസ്ബൻഡ് ജിയോ വരെ അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ല അങ്ങനെ പറയാൻ നിനക്കുള്ള. അപ്പൊ എനിക്ക് ജിയോ ചേട്ടനെ എങ്ങനെയാ പരിചയം ചേട്ടൻ തന്നെ പറ. നിനക്ക് എങ്ങനെ എന്നെ പരിചയം? നമുക്ക് നമ്മളെങ്ങനെ ഫസ്റ്റ് പരിചയപ്പെട്ട, ഞാൻ ജിയോ ചേട്ടനെ പരിചയപ്പെട്ടിട്ടാണ് രേഷ്മ ചേച്ചിയെ പരിചയപ്പെട്ടത്. അത് ആദ്യം അത് പറയാം. അപ്പം ഞങ്ങളുടെ കമ്പനിയിൽ ഫസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ റിലേറ്റീവ് ഉണ്ട്, എന്റെ ബ്രദറല്ലോ. അപ്പം ഇവളിങ്ങനെ വരുന്ന കാര്യം പറഞ്ഞത്. പക്ഷെ ഇവിടെ നേരത്തെ എനിക്ക് ഞാൻ ജിയോ ചേട്ടനെ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ കണ്ടായിട്ട് ഒരു ഓർമ്മ പോലും എനിക്കില്ല. ഇവിടെ എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ്. അതായത് എന്റെ നാട്ടില് എന്റെ ബ്രദറിനോട്, അതായത് എന്റെ പെങ്ങളുടെ കൊച്ചിന്റെ 28-ന് ഒക്കെ. പക്ഷെ അന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ അതിനു മുന്നേ ഇവരുടെ നാട്ടിലൊക്കെ പോയ സമയത്ത് എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഓൾറെഡി നേരത്തെ അറിയാം. പക്ഷെ ഞങ്ങൾ നല്ല കമ്പനി ആകുന്നത്, ഞാൻ ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ നല്ല കമ്പനി ആവുന്നത്. അത് കഴിഞ്ഞ് ആദ്യം ഭയങ്കര കഥല്ലേ, ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ ഒരു ശല്യമാണെന്നൊക്കെ, വിട്ടുപോകുന്നില്ല. അങ്ങനെ ഒരു ശല്യം. ഞാൻ ബാംഗ്ലൂർ വന്ന അവിടെ തന്നെയാണെന്നാ പറയുന്നത്. അതെ, ഇപ്പോഴും ഞാൻ പോകുന്നത് ഇവരുടെ വീട്ടിലോട്ടാണ്. അതെ, അവിടെ വന്നിട്ടില്ല നീ ഇത് രണ്ടു. നിന്റെ ഫസ്റ്റ് ടൈം വിളിച്ചിട്ടില്ലേ? എത്ര ദിവസം അവിടെ നിന്ന് വന്നിട്ട് ഞാൻ പാലുകാച്ചിനില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു തവണ വന്നില്ലേ, ഒരു തവണ ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോ ഞാൻ അവിടെ വന്നില്ലേ. അപ്പൊ ആക്ച്വലി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു നിന്നെ വന്നിട്ട് കുറെ സാധനങ്ങളൊക്കെ അവിടെ കാണിക്കണം. കുറെ സാധനം ഇപ്പം മറ്റേതൊക്കെ അതൊക്കെ ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ ഞാൻ വന്നിട്ടുണ്ട്. ആക്ച്വലി ക്രിസ്മസിന്റെ ഡെക്കറേഷൻ അയച്ചിട്ടില്ല, അത് നിന്നെ കാണിക്കും. അത് ഞാൻ വീഡിയോ കണ്ടു, പക്ഷെ നല്ല രസമാണ്. അത് ചെന്നിട്ട് കാണിക്കാൻ വേണ്ടി. ഇവരുടെ വീട് ഒരു അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള
ഇഷ്ടമുള്ള വീടുകളിൽ ഒന്നാണ്. കുറേ സാധനങ്ങൾ അവിടെ കാണാൻ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ രേഷ്മ ചേച്ചി, ഞാൻ ജിയോ ചേട്ടന്റെ വൈഫ്, എനിക്ക് ചേച്ചി അറിയാം, ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് കല്യാണത്തിന്റെ. അല്ല, ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ ചേച്ചിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചേച്ചി എന്ന് ആദ്യമായിട്ട് കണ്ടിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറയാം. ഞാനും അല്ലല്ല, ഞങ്ങള് ഫസ്റ്റ് ടൈം കാണുന്നത് ഞാനും ദിവ്യയും അനശ്വര ചേച്ചി ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങള് ഡിമാർട്ടിൽ വന്നപ്പോ നിങ്ങള് ജിയോ ചേട്ടനും രേഷ്മ ചേച്ചിയും ഇവരെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ രഞ്ജു ചേച്ചി, നിങ്ങള് 3 പേരെ ഞാൻ ആ സമയത്ത് കണ്ടപ്പോൾ അങ്ങനെയാണ് ഞാൻ രഞ്ജു ചേച്ചിയും രശ്മി ചേച്ചിയും ഫസ്റ്റ് ടൈം കാണുന്നത്. പിന്നെ ഞാൻ ഇവർക്കൊരു ശല്യമാണെന്ന് തന്നെ പറയും. പിന്നെ ഇപ്പൊ നല്ല കമ്പനി. അങ്ങനെയാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത്. അങ്ങനെ കുറെ ടീം ഉണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ എനിക്ക് ബാംഗ്ലൂർ കുറെ നല്ല ലൈക് ഫ്രണ്ട്സിനുപരി ഫാമിലി ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ എനിക്ക് നല്ലപോലെ പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞത് ഞാൻ ആരുടെ കൂടെ പോകുന്നത്, എങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ആയെന്നൊക്കെ അങ്ങനെ പറയായിരുന്നു. സോ അത് ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവുമ്പോൾ ക്ഷീണത്തോടെ മറന്നു പോയാലോ. അങ്ങനെയാണ് ഈ 2 കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടത്. ഞാൻ ഇവരെ ജിയോ ചേട്ടൻ രേഷ്മ ചേച്ചി ഒന്നും അല്ല വിളിക്കുന്നത് കേട്ടോ. മമ്മി പപ്പ മമ്മീന്നൊക്കെ. ഞാൻ പപ്പ മമ്മീന്നൊക്കെ ഇവരെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇവരെന്നെ നോക്കിയേ പറ്റൂ. ഞാനിങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി. എനിക്ക് നല്ല സംശയമുണ്ട് ഇവളെ നോക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ പേരിട്ടതാണോ? അതെ, ഞാൻ അപ്പൊ അല്ലെങ്കിൽ നോക്കും. പക്ഷെ ഒരു ഉത്തരവാദിത്തം ഈ ജംഗ്ഷനിലാണ് ഞങ്ങളുടെ വണ്ടി, അതായത് 1 മാസം മുന്നേ കറക്റ്റ് നവംബർ 30th ഞങ്ങളുടെ വണ്ടി ആക്സിഡന്റ് ആയത്. അയ്യോ, വണ്ടിയുടെ അവസ്ഥ കണ്ട. ഞാൻ ഫോട്ടോ എന്റെ ഉണ്ട്, ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ വെച്ച് ഈ ജംഗ്ഷനിൽ വെച്ച്. അപ്പൊ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ജംഗ്ഷൻ ഏതാ? വണ്ടി ഒരു മാസത്തിന് ശേഷം റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞതായി. ഇപ്പം വണ്ടി ഡെലിവറി ചെയ്ത് ഇവര് വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ, അതുകൊണ്ടാണ് ഇവരോട് അങ്ങോട്ട് ചതിക്കാത്ത ചന്തു സിനിമയ്ക്കകത്ത് ഒരു സ്ഥലപ്പേര് പറയത്തില്ലേ, വസുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ഥലപ്പേര് വേണ്ടെന്ന് ചോദിക്കുമ്പോ ഒരു തോടോ കാടോ കരയോ ഒക്കെ ഉള്ള ഒരു പാട്ട്. തോട്ടക്കാട്ടേരാന്ന് പറയുന്നത് ആ ജംഗ്ഷൻ, തോട്ടക്കാട്ടേര ജംഗ്ഷനാണ്. പക്ഷെ ഇവരുടെ വണ്ടിയുടെ ഫോട്ടോ, ഞാൻ ആക്സിഡന്റ് ആയിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്യാം. എനിക്ക് അയച്ചു തന്നെ തോന്നുന്നു 2 എല്ലാരും. അപ്പൊ പക്ഷെ അത് കണ്ടാൽ നമുക്കൊന്നും ലൈക് ആർക്കും ഒന്നും പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ആ വണ്ടി കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല പെട്ടെന്ന്. അയ്യോ, ഒന്നും പറ്റാതെ, ഭാഗ്യം ടച്ച് ഒന്നും പറ്റാതെ പോയല്ലോ, നല്ല കാര്യം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഇവരുടെ കൂടെ പോകുന്നു. ഇനി നമ്മള് നേരെ ബാംഗ്ലൂർക്കാണ്. ചിലപ്പോ എവിടെയെങ്കിലും നിർത്തുമായിരിക്കും അല്ലെ? ജസ്റ്റ് ഒന്ന് ചായ. തീർച്ചയായിട്ടും നമ്മള് സ്ഥിരം നിർത്തുന്ന ഒരു സ്പോട്ട് ഉണ്ട്, അതായത് വാളയാർ നിർത്തുന്ന ഒരു ട്രാവൽ ലോഞ്ച് നമ്മുടെ. എനിക്കറിയാം. അത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്ത് നമുക്കൊന്ന് എന്താ പറയാ ഓഷമിലൊക്കെ പോകാനും നല്ലൊരു സ്ഥലമാണ്. അവിടെ ഞാൻ കേറിയിട്ടുണ്ട്. സിജുമാമന്റെ കൂടെ പോകുമ്പോ സിജുമാമൻ അവിടെ എപ്പോഴും നിർത്തും. അപ്പോ ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഇവരെ ഓർത്തു വെച്ചോ, എന്റെ പല വീഡിയോസിലും ഇനിയും വരേണ്ടവരാണ്. ഇതുപോലെ കുറെ പേരുണ്ട് കേട്ടോ. അവരെല്ലാം ഇതുപോലെ ഞാൻ പരിചയപ്പെടുത്തും. കാരണം എന്റെ ലൈക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തണല്ലോ. ജസ്റ്റ് ഇവർ ഇങ്ങനെയാണെന്ന്. ആക്ച്വലി ഞങ്ങളുടെ ഗാങ്ങിൽ മൊത്തം 15 പേരാണ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ലൈക്ക് എനിക്കിപ്പോ ബാംഗ്ലൂർ ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് എന്റെ ചേച്ചി, എന്റെ രാജ ചേച്ചി ആയിരുന്നു എനിക്കുള്ളത്. ലൈക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരിടത്ത് ചെല്ലാൻ ഉള്ള സ്ഥലം രാജ ചേച്ചിയുടെ ആയിരുന്നു, എന്റെ അച്ഛന്റെ ചേട്ടന്റെ മോള്. അത് കഴിഞ്ഞ് ഇപ്പൊ പിന്നെ എനിക്ക് ബാംഗ്ലൂർ കുറേ ഫാമിലി ആയി. അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസിലൊക്കെ ഇവരെ കാണിക്കുന്ന സമയത്ത് നല്ലപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നല്ലപോലെ പരിചയപ്പെടുത്തുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഫാമിലി അങ്ങനെ പരിചയപ്പെടുത്തി. ഇനി പോകുന്ന വഴിക്ക് നല്ല രാശിയാണ് ഫസ്റ്റ് ഫാമിലി. വ്ലോഗ് റീച്ച് ആയില്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അതെ, അത് പറയാൻ പെട്ടെന്ന് മറന്നു എന്തായിരുന്നു പറയണ്ടത്. അപ്പൊ ഇനി എവിടെയെങ്കിലും നിർത്തുവാണെങ്കിലൊക്കെ ബാക്കി വീഡിയോ കാണുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ക്ഷീണിച്ചോ? ഉറക്കം വരുന്നില്ല, പക്ഷെ ഭയങ്കര തണുക്കുന്നു എനിക്ക്. പക്ഷെ പുറത്തിറങ്ങിയിട്ട് തണുക്കുന്നു. ഇവിടെ ഒരു തണുപ്പുണ്ട്.
ഗായ്സ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. അത്യാവശ്യം നല്ല ടയേർഡാണ്. ഞാൻ ഓ ഞാൻ ഉറങ്ങി, ഇപ്പോഴും ഇച്ചിരി ഉറങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അല്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗായ്സ്.